വെൽക്കം ടു ലൈവ്ലി മാഷപ്സ്. ഇന്നപ്പോൾ നമ്മൾ പോകാൻ വിചാരിക്കുന്നത് ഇതിപ്പോൾ ഞാനുള്ളത് കനായി എന്ന് പറയുന്ന പ്ലേസിലാണ്, അതായത് അമ്മൂമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ വിചാരിക്കുന്നത് ഒരു ഹനുമാൻ പ്രതിമയുണ്ട്. ഏഴിമല എന്ന് പറയുന്ന സ്ഥലത്ത് പയ്യന്നൂർ ഏഴിമലയിൽ നേവൽ അക്കാഡമി ഉണ്ട്, നാവൽ അക്കാഡമി. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണോ എന്ന് അറിയില്ല, ഇനി പോയി നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമയാണെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ നമ്മൾ അതൊക്കെ കാണാൻ പറ്റുമോ, ഇനി കൊറോണ ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ പറ്റുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും അവിടെ വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ചേച്ചിയുടെ മോളുണ്ട്, അളിയനുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ എൻ്റെ മോനുണ്ട്, പിന്നെ കുഞ്ഞു വാവ കൂടിയുണ്ട്. അപ്പോൾ നോക്കാം, ഇതൊരു നല്ല വ്ളോഗ് ആവുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കാനായി സ്ഥലം, പയ്യന്നൂർ കാനായി അറിയാത്തവർക്കായിട്ട് കാനായി നല്ല അടിപൊളി പ്ലേസാണ്. അപ്പോൾ അത് അതിൻ്റെ കുറച്ച് വ്യൂസും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇവിടെ കാനായി കാനെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, നല്ല വെള്ളച്ചാട്ടമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, എൻട്രി ക്ലോസ്ഡ്. പുറത്തുള്ള ഒരാളെ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റില്ല. അപ്പോൾ നോക്കാം, ഇനിയൊരു വെക്കേഷൻ ടൈമിൽ നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മളതൊക്കെ ആണ്. ഇവിടെ മൊത്തം റബ്ബർ ഷീറ്റും റബ്ബർ തോട്ടമൊക്കെയാണ്. അപ്പോൾ എല്ലാ വീടിൻ്റെ പുറത്തും റബ്ബർ ഷീറ്റൊക്കെ ഉണ്ട് ഒരുപാട്. നമ്മുടെ ഒരു ഓവർ ബ്രിഡ്ജ് നമുക്ക് കിട്ടിയിരിക്കുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിനേക്കാളും മുന്നേ ഓവർ ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓവർ ബ്രിഡ്ജിലൂടെ പോയിട്ട് വേണം നമുക്ക് രാമന്തളി ഭാഗത്തേക്ക് പോകാൻ. അവിടെയാണ് ഏഴിമല ഹിൽസ് ഉള്ളത്. അപ്പോൾ ഈ ഓവർ ബ്രിഡ്ജ് രണ്ട് സൈഡിലോട്ട് പോകുന്നുണ്ട്, ഒന്ന് തൃക്കരിപ്പൂർ സൈഡും പിന്നെ ഒന്ന് രാമന്തളി ഭാഗവും. അപ്പോൾ നമുക്ക് രാമന്തളി ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഓവർ ബ്രിഡ്ജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് അടുത്തായിട്ട് നിൽക്കുന്ന പിന്നെ വെഹിക്കിൾസൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്, പാർക്കിംഗ് പ്ലേസ് ആണ്. നല്ല വിജനമായി കിടക്കുകയാണ്. ഇല്ലെങ്കിൽ ഇവിടെ ബൈക്കും കാറൊക്കെ വെച്ചും നല്ല തിരക്ക്, വലിയ ക്യൂ ഉണ്ടാകും കേട്ടോ. കൊറോണൻ്റെ സീനായതുകൊണ്ട് ഒരു തിരക്കില്ല, ഒരു വാഹനം പോലും ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ സ്വന്തം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ. ആരെയും കാണുന്നില്ല, ആളുമില്ല, ട്രെയിനും ഇല്ല. ഇത് അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന മുത്തപ്പൻ്റെ അമ്പലമാണ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള മുത്തപ്പൻ്റെ അമ്പലം. ടൗണും അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളൊരു സൺഡേ ആണ് പോയത്, അതുകൊണ്ട് അധികം തിരക്കില്ല. ഈ കാണുന്നത് പുന്നക്കടവ് പാലമാണ്, പുന്നക്കടവ് പാലം. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് നോക്കുന്നത് വൈകുന്നേരം ആയതുകൊണ്ട് നല്ലൊരു അതിമനോഹരമായിട്ടുള്ളൊരു സൈറ്റാണ്. പുഴയും പാലവും അടിപൊളിയായിരുന്നു. പുന്നക്കടവ് പാലം കേട്ടോ. അപ്പം നമ്മൾ രാമന്തളി ഭാഗത്തേക്കാണ് പോകുന്നുള്ളത്. അവിടെയാണ് നാവൽ അക്കാഡമി. അപ്പോൾ അതിൻ്റെ മുകളിലേക്കൊരു ഹിൽസ്, ഈ ഏഴിമല ഹിൽസ് കയറി പോവാണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് നമ്മൾ രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ സൂപ്പർ സൈറ്റാണ് കാണുന്നത്. നമ്മൾ ഇങ്ങനെ കുന്നിൻ്റെ മുകളിൽ നോക്കുമ്പോൾ താഴോട്ടായിട്ട് ഫുൾ കാണും. അപ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് സൂം ചെയ്ത് നോക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പാടവും ആ പുഴേൻ്റെ സൈഡിലൊക്കെ ഉള്ള സ്ഥലമായിരിക്കും കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒരു നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ കയറി മെല്ലെ മെല്ലെ ഒരു കുന്നിൻ്റെ മുകളിലോട്ട് മെല്ലെ മെല്ലെ കയറിപ്പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു. ഒരുപാട് യാത്ര ചെയ്ത് നമ്മൾ ആഞ്ജനേയ പ്രതിമയുടെ അവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങാണ്. ഇവിടെയുള്ള സ്ഥലങ്ങൾ ഒത്തിരി മനോഹരമായ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് പയ്യന്നൂർ കണ്ണൂരൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു സൺഡേ ഈവനിങ്ങിലൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്തുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ.
നമ്മളിവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഏഴിമലയിലെ ആഞ്ജനേയ സ്റ്റാച്യുവിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ 41 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. അതായത് ഈ സ്റ്റാച്യു നമ്മുടെ സമുദ്രനിരപ്പിൽ നിന്നും 215 മീറ്റർ ഹൈറ്റിലുള്ള ഒരു പ്ലേസിലാണ് നിൽക്കുന്നത്, ഏഴിമല ഹിൽസിൻ്റെ മുകളിൽ. ഇതെന്ന് വെച്ചാൽ പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ സൺസൺ ഹെർബൽ പ്രോഡക്ട്സിൻ്റെ സൂര്യ ട്രസ്റ്റ് അവരാണ് ഇങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത്, ഈ ഏഴിമല ഹിൽസിൻ്റെ മുകളിൽ ഈ ആഞ്ജനേയ സ്റ്റാച്യു നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു നല്ല പോസിറ്റീവ് എനർജി കൊടുക്കാൻ പാകത്തിനുള്ള ഒരു ഒരു നല്ലൊരു ആംബിയൻസ് ആണ്. ആംബിയൻസ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അത്രയും നല്ല കൂളായിട്ട് തോന്നാണ്. നല്ല ഇവിടെ നമ്മുടെ ടൗണിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയാണ് ഈ സ്ഥലം ഉള്ളത്. മാത്രമല്ല നമുക്ക് പയ്യന്നൂരിലെ ആളുകൾക്കും കണ്ണൂരിലെ ആളുകൾക്കും ഒരു വൈകുന്നേരമൊക്കെ വന്ന് പോകാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണിത്. നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. മാത്രമല്ല അധികം വഴിതെറ്റാൻ അങ്ങനെയുള്ള യാതൊരു സാധ്യതയില്ല, നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാവരും ഇവിടെ ഒന്ന് വന്ന് കാണണം, കാരണം അത്രയും നല്ലൊരു പ്ലേസാണ്. നമ്മൾ വരുന്ന വഴിക്കും നല്ല പ്രകൃതിയോട് കുറച്ച് ഇഴുകിച്ചേർന്ന് വരാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണിത്. അപ്പോൾ നോക്കട്ടെ, നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി ചുറ്റി നമ്മൾ തിരിച്ചു പോകാൻ നോക്കട്ടെ. എല്ലാവരും വരിക. ജസ്റ്റ് നമുക്ക് ആഞ്ജനേയ സ്റ്റാച്യു ഒന്ന് അടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്താനുള്ള വഴി നമുക്ക് ഗൂഗിളിൻ്റെ സഹായത്തോടു കൂടെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നതാണ്. നമുക്ക് വൈകുന്നേരമൊക്കെ വെറുതെ വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത്. കുറച്ചൊന്ന് വണ്ടി ഓടിക്കണം എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. നല്ലൊരു ഹൈറ്റിലോട്ടാണ് വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ഹനുമാൻ ആഞ്ജനേയ സ്വാമിയുടെ സ്റ്റാച്യു ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗ് ആക്കണമെന്ന് വിചാരിച്ചെടുത്താണ്. നല്ലൊരു വ്ളോഗ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നമസ്കാരം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. അപ്പോൾ ആദ്യമായിട്ട് പുതിയതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.